സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇതിൽ സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDFന്റെ റിപ്പോർട്ട് കാർഡ് ഫേസ്ബുക്കിൽ പങ്കുവച്ച മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും നിലപാട് ആവർത്തിച്ചു. സംവാദത്തിനുള്ള ഏറ്റവും നല്ല വേദിയായ നിയമസഭയിൽ പക്ഷേ പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സംവാദത്തിനുള്ള സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന മറുപടിയുമായി വി ഡി സതീശനും രംഗത്ത് വന്നു. ആദ്യം RSS ഡീൽ വിവാദം, പിന്നാലെ SDPI ഡീൽ. ആദ്യഘട്ടത്തിൽ UDF വിരിച്ച ഡീലിൽ ചുറ്റിത്തിരിഞ്ഞായിരുന്നു പ്രചാരണമെങ്കിൽ ചർച്ച വികസനത്തിലേക്ക് വഴിതിരിക്കുകയാണ് LDF. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഇതിന് 10 വർഷത്തെ വികസന നേട്ടങ്ങളുടെ കണക്കുനിരത്തിയുള്ള റിപ്പോർട്ട് കാർഡ് പങ്കുവച്ച് മുഖ്യമന്ത്രി വെല്ലുവിളി ഏറ്റെടുത്തു. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. അത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. വയനാട് പുനരധിവാസത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ആവർത്തിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന്റെയും BJPയുടെയും ഗ്യാരണ്ടികൾക്ക് ഉറപ്പില്ലെന്നും തുറന്നടിച്ചു. വാഗ്ദാനം വളരെ എളുപ്പമാണല്ലോ, ആ വാഗ്ദാനം നടപ്പാക്കലാണല്ലോ പ്രയാസമുള്ളത്. ഇപ്പം മനസ്സിലാക്കുന്നത് പണം കയ്യിലില്ല. അപ്പോൾ നല്ല വഴി ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരൊക്കെ മാറി. ഇതല്ലേ ഗ്യാരണ്ടി? മുഖ്യമന്ത്രി വെല്ലുവിളി ഏറ്റെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. സംവാദത്തിന് തയ്യാറെന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും പറയുന്ന സ്ഥലത്ത് താനെത്തുമെന്നുമാണ് പ്രതികരണം. ഇതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വഴി തുറക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിമാരും റിപ്പോർട്ട് കാർഡ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.